നിങ്ങളെക്കാളും അവസ്ഥ കുറഞ്ഞവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാളും അവസ്ഥ കൂടിയവരിലേക്ക് നോക്കരുത്. നിങ്ങളെക്കാളും സമ്പന്നരും ആശ്വാസമുള്ളവരും ഒക്കെ ആയ ആളുകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോ അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കാര്യങ്ങളിൽ നിങ്ങൾ നിരാശരായി പോകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഈ ഒരു പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു കാര്യം പ്രത്യേകം ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മളൊന്ന് അവലോകനം നടത്തി നോക്കണം. അതെന്താണ്? അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗകാന ലി ഇബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ. ഹദീസിന്റെ ടെക്സ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ അത് അറിയും, ചില ആളുകൾക്ക് അതിന്റെ ആശയം പറയുമ്പോൾ എന്തായാലും അറിയും. ആദ്യമായിട്ട് കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും. ലൗകാന ലി ഇബ്നി ആദമ വാദിയാനി മിൻ മാലിൻ. സമ്പത്തിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു താഴ്വാരം മുഴുവൻ ഒരു മനുഷ്യന്റേതാണെങ്കിൽ, ഒരു മലയടിവാരം മുഴുവൻ ഇങ്ങനെ സ്വർണം വെട്ടിത്തിളങ്ങാണ്, അല്ലെങ്കിൽ സമ്പാദ്യം ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ്, ഒരു തെക്കമ്മലന്റെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ഇഷ്ടം പോലെ കൂമ്പാരമായി ഒരാൾക്കുണ്ടെങ്കിലും ആ മനുഷ്യൻ ചിന്തിക്കെന്താ അറിയോ? ലബ്തഗി വാദിയൻ സാലിസ. രണ്ട് താഴ്വാരം മുഴുവൻ ഉണ്ടെങ്കിലും അതിങ്ങനെ അപ്പുറത്തൊരു മല കാണുന്നുണ്ടല്ലോ, അവിടെ ഇതേപോലെ ഉണ്ടാകുമോ, അവിടെ ഇതേപോലെ തന്നെ ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ടാകുമോ എന്നവൻ ആലോചിക്കും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. റസൂൽ പറയാണ്, വലാ യംലഉ ജൗഫ ഇബ്നി ആദമ ഇല്ല തുറാബ്. മണ്ണോണ്ട് മാത്രമേ മനുഷ്യന്റെ വയറ് നിറക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ മരിച്ചാ മാത്രമേ ഇതൊക്കെ നിൽക്കുള്ളൂ. അതുവരെ ഇയാൾ ഇതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വയതൂബുല്ലാഹു അലാ മൻ താബ്. എന്നാൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയ മനുഷ്യരോട് പറയണേ, തൗബ ചെയ്താ പഠിച്ചവനൊക്കെ പുറത്തു വരും. അപ്പൊ ഇത് നമ്മളൊരു മലയടിവാരത്തിലേക്ക് ഇങ്ങനെ വെച്ച് ചിന്തിക്കണ്ട. അത്യാവശ്യം ജീവിക്കാനൊക്കെ സ്വസ്ഥത ഉണ്ട്, ഒരു മോശമല്ലാത്ത നീക്കിയിരിപ്പുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ആളുകൾ പിന്നീട് എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ പുതിയ സാധ്യതകൾ എങ്ങനെ ആലോചിക്കും. ആ പൈസ അവിടെ ഇട്ട് എങ്ങനെ ഉണ്ടാകും, ഈ പൈസ ഇവിടെ ഇട്ട് എങ്ങനെ ഉണ്ടാകും, അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ആവർത്തനായിട്ട് പറയുന്നു, പുതിയ ബിസിനസ് തുടങ്ങണ്ടെന്നോ പുതിയ സാമ്പത്തികമായ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നൊന്നുമല്ല ഈ ഹദീസിന്റെ അർത്ഥം. നമ്മളുടെ അടിസ്ഥാനങ്ങളെ ബാധിക്കും വിധമാകരുത് അത് എന്നാണ് എന്റെ അർത്ഥം. പുതിയ തിരക്ക് ഏറ്റെടുക്കുന്നു, അപ്പോ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊന്നും സമയം കൊടുക്കാനില്ല. അനിവാര്യമായും ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾക്കും ആരാധനകൾക്കും നമ്മൾ സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കുന്നതിനൊന്നും നേരം കിട്ടുന്നില്ല. പിന്നെ അത് അവിടെ നടത്തണമെങ്കിൽ നമുക്ക് വീട്ടിയാൽ തീരാത്തത്ര വലിയ കടങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കാര്യം വരുമ്പോഴുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെന്റുകളെ ഒരു പ്രശ്നമല്ല, യാതൊരു പ്രശ്നമല്ല. പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്യണതിന്റെ ഹറാമും ഹലാലും നോക്കണില്ല. അത് അവരിത് ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും ഇത് ഹറാം ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമോ? എനിക്കറിയാം, ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഒരു 3-4 കോൾ എനിക്ക് വന്നിട്ടുണ്ട്. അവരൊരു മോള് തുടങ്ങുന്നുണ്ട്. ആ മോളിന്റെ പണി തുടങ്ങണതിന്റെ മുമ്പ് ലാഭം കൊടുത്തു കഴിഞ്ഞു. ഇതിന്റെ പേരാണ് പലിശ, ശുദ്ധമായ പലിശ. ആ മോളിന്റെ ഉദ്ഘാടനം പോട്ടെ, അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണതിന്റെ മുമ്പ് പ്രോഫിറ്റ് കൊടുത്തു തുടങ്ങി. നിങ്ങൾക്കൊരു ഫിക്സഡ് ഇൻകം ആണ് വരുന്നതെങ്കിൽ അത് പലിശ എന്നുള്ള കാര്യത്തിൽ വേറെ ആരോടും മസല കേൾക്കാനൊന്നും പോകണ്ട. എല്ലാ മാസവും 5000 തരാറുണ്ട്. അത് ഫിക്സഡ് ഇൻകം, അത് പലിശയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ എന്താ? അപ്പൊ ഇതൊക്കെ പ്രസംഗങ്ങളും കുത്തുബുകളും ഒക്കെ കേട്ട ആളുകൾ ഉത്ബുദ്ധരായപ്പോ ചെറിയ വ്യത്യാസം, സംഗതി പലിശ തന്നെയാണ്. 5000, 6000, 4500, 3000 എന്തെല്ലാം തരികിടരങ്ങള്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചും ചിന്തിച്ചും ഒക്കെ നിർവഹിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഒന്നാമത്തെ ഒരു പോയിന്റ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതാണ്? നമ്മളെ ബജറ്റ് മാനേജ് ചെയ്ത് നമ്മളെ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന മാതിരി, നമുക്ക് ഖബറിലേക്ക് ഉപകാരപ്പെടുന്ന മാതിരി ഒക്കെ പോകണമെങ്കിൽ എന്തു വേണ്ടി വരും? സമ്പത്തിനോടുള്ള ഈ സമീപനം ഒന്ന് ശരിയാക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നും, ഇത് എടുത്ത അവിടെ തകിയില്ലേ, അവിടെ എടുത്ത ഇവിടെ തകിയില്ലേ, അത് അങ്ങോട്ടാകോ, ഇതിപ്പോ എത്രയാ കൊടുത്തത്, ഇപ്പൊ എത്ര വാങ്ങിയത്, ഇത് ആകെ പിരിവാണല്ലോ. ഇങ്ങനത്തെ ഒരു മനോനിലയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ഒരു മനോനിലയിലേക്ക് പോകുന്നതിന്റെ കാരണം സമ്പത്തിനോടുള്ള ആ ഒരു സമീപനം ക്ലിയർ ആകാത്തത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് ഭൂമി മുഴുവൻ നേടിയ ഫീല് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൻ അസ്ബഹ ആമിൻ ഫി സർബിഹി. ഒരാൾ തന്റെ വീട്ടിൽ, തന്റെ കൂട്ടിൽ, തന്റെ കുടുംബത്തിൽ സുരക്ഷിതനാണ്. ആകാശത്തു കൂടെ ബോംബർ വിമാനങ്ങളൊന്നും പറക്കണില്ല. രാത്രിയിൽ ആരും വാതിൽ ചവിട്ടി തുറന്ന് പിച്ചാത്തി കയറ്റുന്ന സാഹചര്യമില്ല. നിർഭയമാണ് അവന്റെ നാട്.
ഇനി മുആഫൻ ഫി ബദനിഹി, വേറെ അസുഖങ്ങളൊന്നുമില്ല. കൊച്ചു കൊച്ചു വേദനകളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകും. എന്നാലും അപ്പുറത്തുപുറത്തൊക്കെ ഉള്ള ഓക്സിജൻ സിലിണ്ടറിന്റെ അരികത്തു മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരും, വെന്റിലേറ്ററിന്റെ ശ്വാസവായു കൊണ്ട് മാത്രം അതിജീവിക്കുന്നവരും, ഒരു പോങ്ങ ഗുളിക എന്നും കുടിക്കുന്നവരും, പുക്കിളിന് ചുറ്റും കഴിഞ്ഞ 15 കൊല്ലമായി ആവർത്തിച്ച് ഇഞ്ചക്ട് ചെയ്യപ്പെടേണ്ടി വരുന്നവരും ഒക്കെയായ കുറെ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾ ആശ്വാസം. അപ്പൊ അങ്ങനെ ആരോഗ്യം കൊണ്ട് അവൻ സുരക്ഷിതനാണ്. ഇനി അടുത്തൊരു കാര്യം പ്രവാചകൻ പറയാം, ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്, കുട്ടികൾ പട്ടിണിയല്ല. അങ്ങനത്തെ ഒരു വ്യക്തി റസൂലുള്ളാഹി പറയാണ്, ഫകഅന്നമാ ഹീസത ലഹു ദുനിയ ബിഹദാഫിരിഹ, ഭൂമിയുടെ എല്ലാ സൗകര്യങ്ങളും പ്രൗഢികളും എല്ലാം കിട്ടി ഭൂമി എല്ലാം കീഴടക്കിയവനെ പോലെയാണ് അവൻ എന്നാണ്. എന്താണ്? ഒന്ന് മനസ്സമാധാനം. ശരീരത്തിലെ അവയവങ്ങളിൽ കുട്ടികളുടെ പേരെഴുതി വെച്ച് കിടന്നുറങ്ങുന്ന അങ്ങകലെ ഒരുപാടകലെ ഫലസ്തീനിലെ ഉമ്മമാരെ ആലോചിച്ചുകൊണ്ട്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലെറ്റർ കിട്ടി പൊളിച്ചു നീക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വീടാണെന്ന ഗുണ്ട ആക്ടുകൾ നടപ്പിലാക്കപ്പെടുന്ന, ഗുണ്ട ഫാസിസ്റ്റ് തത്വങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന നാട്ടിലെ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, സ്വന്തം നാട്ടിൽ നാട്ടിയോടിക്കപ്പെട്ട് അഭയാർത്ഥികളായി ഏതൊക്കെയോ ഓവുചാലിലും പാലത്തിന്റെ ചോട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കഴിയുന്ന, ഓരോ രാവിലും പോലീസിന്റെ ബൂട്ട്സിന്റെയും സ്റ്റിക്കിന്റെയും ശബ്ദം കേട്ട് ഓടി ഉണർന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ നെഞ്ചകത്തേക്ക് വാരിപ്പുണരുന്ന ഉമ്മമാരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, കൊതുക് കടി കൊണ്ട് ഉറങ്ങുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഈ വിഷയത്തിന് മനസ്സിലായില്ലേ? നമ്മൾ ഉത്തരം കണ്ടെത്തണം. ബോംബർ വിമാനങ്ങൾ പറക്കുന്ന ഫലസ്തീനിന്റെ മണ്ണിലെ മനുഷ്യരെ നെഞ്ചകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട്, കഴിക്കേണ്ട ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ ആരാം ഉറങ്ങാൻ കഴിയാത്ത ഡിപ്രസ്ഡായ ഡിപ്രഷന്റെ രോഗാവസ്ഥകളെ നേരിടുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റണം. എന്താ ഹദീസ്? ഒരിക്കൽ കൂടി വായിക്കാം. ഈ ഹദീസ് മാത്രം വായിച്ചിട്ട് ഖുതുബ കഴിഞ്ഞാൽ പിരിഞ്ഞു പോയാലും ബജറ്റ് മാനേജ് ആവും. ബാക്കി പോയിന്റ് ഒന്നും ആവശ്യമില്ല. 9 പോയിന്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, സ്വന്തം വീട്ടിലും സ്വന്തം ഇടത്തിലും സുരക്ഷിതനാകാൻ പറ്റുക, നിർഭയമായി കഴിയാൻ പറ്റുക, യാതൊരുവിധ ഭയങ്ങളും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക. അല്ലെ? ആന വരുമോ? എന്നിട്ട് പെര പൊളിക്കുവോ? മുഖാർക്കലുണ്ടോ? വ്യത്യസ്തമായ ഭയങ്ങൾ. അല്ലെ? ഇനി മനസ്സിന്റെ തന്നെ പല അസ്വസ്ഥതകളും ഉണ്ടാകും. എന്താണ്? സ്വയം ആത്മഹത്യയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനോനില പടച്ചോൻ നമുക്ക് തന്നിട്ടില്ല. മാത്രല്ല പറയണേ, എന്താണ്? മുആഫൻ ഫി ബദനിഹി, അവന്റെ ആരോഗ്യം സുരക്ഷിതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അവന്റെ ശരീരം എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ അവിടുന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകി തുടങ്ങുന്നത് പിന്നെ ഒന്ന് നിന്ന് കിട്ടണമെങ്കിൽ, ഹീമോഫീലിയ ബാധിച്ച രോഗിയായി പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവന് പിന്നെ ഇഞ്ചക്ട് ചെയ്തിട്ട് വേണം അവന്റെ ബ്ലഡ് ഒന്ന് ഒതുങ്ങി കിട്ടാൻ. ബ്ലഡ് കോട്ടാകുന്ന സിസ്റ്റം ശരീരത്തിൽ നിന്ന് പടച്ചോൻ എടുത്തു കളഞ്ഞു. അങ്ങനത്തെ ഒരു ആളല്ല അവൻ. മുആഫൻ ഫീ ജസദിഹി, ആരോഗ്യമുണ്ട്. വഇൻദഹു ഖൂതു യൗമിഹി, മക്കള് പട്ടിണിയാവൂല എന്ന് അവൻ ഉറപ്പാണ്. എങ്കിൽ അവന് ഭൂമി മുഴുവൻ നേടിയവനെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്, നമുക്കാദ്യം വേണ്ടത് നമ്മുടെ സാമ്പത്തിക കാഴ്ചപ്പാടാണ് വേണ്ടത്. പിന്നെയും പുതിയതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനും, ഒന്ന് ചിന്തിക്കാനും, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാനും, ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാനും, ഒരു പേജ് ഖുർആൻ ഓതാനും പറ്റാത്ത അസ്വസ്ഥതയല്ല വേണ്ടത്. അപ്പൊ മനസ്സിന്റെ സ്വസ്ഥതയുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ഭാഗം. ഞാനത് വിടുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ? ധൂർത്തുണ്ടാകരുത് എന്നാണ്. പണത്തിന്റെ വിനിയോഗത്തെ കുറിച്ച് ഖുർആൻ പറയാണ്. ഈ സൂറത്ത് ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകളുടെ വിശേഷണം പറഞ്ഞതാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അമിതമായി ചെലവഴിക്കുന്നവരും ദുർവ്യയം ചെയ്യുന്നവരും അനാവശ്യമായി പിടിച്ചു വെക്കുന്നവരും അല്ല. അവർക്ക് അതിലൊരു സ്റ്റാൻഡ് ഉണ്ടാവും, കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ധനവിനിയോഗത്തിന്റെ ഒരു രീതി ഉണ്ടാകും. ധനവിനിയോഗത്തിന്റെ രീതി, സ്വതക്ക കൊടുക്കുന്നിടത്ത് പോലും ബിഗൈരി സർഫിൻ എന്ന് പറഞ്ഞത്, ദൂർത്തടിക്കരുത്. എന്താ അതിന്റെ അർത്ഥം? 15 ഉറുപ്പ്യ കൊടുക്കേണ്ട ഒരാൾക്ക് 16 ഉറുപ്പ്യ കൊടുക്കരുത് എന്നതിന്റെ അർത്ഥം. 500 ഉറുപ്പ്യ കൊടുക്കേണ്ട ഒരാൾക്ക് 501 ഉറുപ്പ്യ കൊടുക്കരുത്. കാരണം ആ 1 ഉറുപ്പ്യ വേറെ ആൾക്ക് കൊടുക്കേണ്ട സ്വതക്കയാണ്. ആ സ്വതക്ക കൊടുക്കുന്നിടത്ത് പോലും ഇസ്ലാം കൃത്യമായ നിയമവും തത്വവും പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലാ തുബദ്ദിർ തബ്ദീറ,
നീ ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനു യഖ്വാന ശയാത്തീൻ. കാരണം ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. ശൈത്താനാണെങ്കിൽ പടച്ചവനോട് നന്ദി കെട്ട പ്രവർത്തനം ചെയ്ത ആളാണെന്നാണ്. മാത്രമല്ല ധിക്കാരികളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ, ഫിറഔനെ കുറിച്ച് പറയുന്നിടത്ത് എന്താ പറഞ്ഞേ? വഇന്ന ഫിറഔന ലആലിൻ ഫിൽ അർളി. ഭൂമിയിൽ അഹംഭാവം, അഹംബോധം, അഹന്ത പാലിച്ചാളായിരുന്നു അവൻ. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ. അവൻ ദുർവ്യയം ചെയ്യുമായിരുന്നു എന്നാണ്. ലൂത്തിന്റെ ജനത നാശത്തിന്റെ കാരണം രണ്ടാണ് പറഞ്ഞത്. ഒന്ന് ലിവാത്താണ്, പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ലൈംഗിക രംഗത്തെ വ്യതിയാനം കൊണ്ടുവന്ന, ആ വിഷയത്തിലെ വ്യതിയാനം കൊണ്ടുവന്ന ആളുകളാണ് അവർ. അതാണ് അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം. ഒരു ജനതയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആകാശത്ത് നിന്ന് ചരൽ വർഷമുണ്ടായി, ചരൽ കല്ലുകൾ വർഷിച്ചു. അവരുടെ കണ്ണിന്റെ കാഴ്ചകൾ പോയി. ദ നാച്ചർ എന്ന് പറയുന്ന മാഗസിൻ ഈ അടുത്ത കാലത്ത് ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനത ജീവിച്ച നാട്ടിൽ ഉള്ള കല്ലുകളെ കുറിച്ച് പഠിച്ചപ്പോ, അവിടെ ഗവേഷണം ചെയ്തപ്പോ ആകാശത്ത് നിന്ന് വീണ കല്ലിവിടെ ഉണ്ട് എന്ന കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമുക്കിങ്ങനെ ഏതെങ്കിലുമൊക്കെ എയ്ത്തിസ്റ്റുകളുടേതോ നവലിബറലുകളുടെയോ ഒക്കെ പ്രസംഗമോ ഏതെങ്കിലും ക്ലാസ്സോ കാര്യമൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ശാസ്ത്രത്തിന്റെ ലാബിലും ശാസ്ത്രത്തിന്റെ സംവിധാനങ്ങളിലും തെളിയിക്കാവുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ട് എന്നതിന്റെ സൂചന പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ചരൽ വർഷമുണ്ടായവരുടെ കാഴ്ച കെട്ട് തപ്പിത്തടയുന്ന ഒരു ജനതയെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇങ്ങനെ കോരിയിട്ട് മലർത്തിയടിച്ചു. എന്താ കാര്യം? പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ്. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിലൊക്കെ മനുഷ്യർ അടിപ്പെടുന്ന ചില അഡിക്ഷനുകളുണ്ട്, അതിൽപ്പെട്ടതാണിത്. അവരുടെ ചില ജീവിത സാഹചര്യത്തിൽ അവരങ്ങനെ എത്തിപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും. ആ എത്തിപ്പെട്ട അവസ്ഥയിൽ നിന്ന് കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ ഒന്നിച്ച് ഹോസ്റ്റലിൽ ജീവിച്ചോടത്ത്, അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സെക്ഷലി വളരെ ചെറിയ പ്രായത്തിൽ ആരെക്കൊണ്ടെങ്കിലും ഉണ്ടായ ചില തെറ്റായ കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ അത്തരം ശീലങ്ങളിലേക്ക് എത്തിപ്പെട്ടവരുണ്ടാവും. വളരെ ഗുരുതരാണ്. സാന്ദർഭികമായിട്ട് പറയണേ, വിഷയമായിട്ട് അതിന് ബന്ധമില്ലെങ്കിലും സാന്ദർഭികമായിട്ട് പറയണം, ഗുരുതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറഞ്ഞത് ഉഖ്തുലുൽ ഫാഇല വൽ മഫ്ഊൽ, ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലണം എന്നാണ്. ഈ പറയുന്ന ഇതിനൊക്കെ ഉദാരവൽക്കരിക്കാനുള്ള ക്യാമ്പയിനാണ് ഇപ്പൊ നടക്കുന്നത്. എന്താ? സെക്സ് ഓരോരുത്തരുടെ അവകാശമാണ് എന്നാണ് അതിന്റെ ന്യായം, അല്ലെ? സെക്സ് ഓരോരുത്തരുടെ അവകാശമാണെന്നാണ്. അത് ജെൻഡർ തിയറിയുടെ ചുറ്റും കിടന്ന് കറങ്ങാണ്. ലോകത്തെ മാനസിക രോഗങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡിക്ഷണറികളിൽ അതിന്റെ 4th എഡിഷൻ വരെ ഇതിനെക്കുറിച്ച്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സെക്സിനെ കുറിച്ച് അത് മാനസിക രോഗമാണെന്നാണ് രേഖപ്പെടുത്തിയത്. പിന്നെ അവിടുന്ന് മാറിയിട്ട് അതിന്റെ 5th വേർഷനിലേക്ക് എത്തിയപ്പോൾ അത് മാനസിക രോഗമാണെന്നുള്ളത് എടുത്തു കളയപ്പെട്ടു. എന്താ കാരണം? തെരുവ് യുദ്ധമുണ്ടായി, സമരങ്ങളുണ്ടായി, ലെസ്ബിയൻ സെക്സിന്റെയും ഗേ സെക്സിന്റെയും ആളുകൾ അത് മനുഷ്യാവകാശമായി ചിത്രീകരിക്കപ്പെട്ടു. യൂണിവേഴ്സിറ്റികളിലേക്ക് മാർച്ച് നടന്നു, സിലബസ് കമ്മിറ്റികളെ ഖരാബോ ചെയ്തു. അപ്പൊ ആർക്കും എന്ത് നിയമം ഉണ്ടാക്കിക്കൂടെ? ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ഖരാബോ ചെയ്തുണ്ടാക്കേണ്ട, സമരം ചെയ്തുണ്ടാക്കേണ്ടതാ? അല്ല. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ ജനത നശിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്താണ്? ഒന്ന് അവര് സ്വർഗാനുരാഗികളായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, അവർ ധൂർത്തന്മാരായിരുന്നു എന്നത് തന്നെയാണ്. ഇനി ധൂർത്തന്മാരെവിടെയാണ്? വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ, ധൂർത്തടിക്കുന്നവർ അവര് നരകത്തിന്റെ ആളുകളാണ്. ദുർവ്യയത്തെ വിലക്കിക്കൊണ്ട് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യർളു ലക്കും സലാസൻ, 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വയക്റഹു ലക്കും സലാസൻ, 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. വഅൻ തഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചാകണം നിങ്ങളുടെ തീരുമാനങ്ങൾ ഓരോന്നും ഉണ്ടാകേണ്ടത്. വല തഫറഖു, നിങ്ങൾ ഭിന്നിക്കൂല. ഖുർആനിനെയും സുന്നത്തിനെയും സമ്പൂർണമായി അവലംബിക്കുന്ന ഒരു ജനത ഭിന്നിക്കൂല, ഒരു സംശയോതിലില്ല. ഇനി വയക്റഹുലക്കും ഖീല വഖാൽ, കണ്ടതും കേട്ടൊന്നും വിളിച്ചു പറയരുത്, അത് നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 100% ബോധ്യമില്ലാത്ത കാര്യങ്ങൾ അതും നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കണ്ടതും കേട്ടതും പറയാൻ നിൽക്കരുത്. ഈ കണ്ടതും കേട്ടതും പറയാൻ നിൽക്കരുത് എന്നുള്ളതിൽ പെട്ടതാണ് വാട്സാപ്പിൽ ഓരോ വോയിസ് ഒക്കെ ഇങ്ങനെ വരും. ഭയങ്കര മെഡിസിനാണ്, ഭയങ്കര സംഭവമാണ്, അവിടുത്തെ ചികിത്സയാണ്, 100 കണക്കിന് ആളുകൾക്ക് ഇതാക്കിയിട്ടുണ്ട്. നമ്മളെ ഫോർവേഡ് ചെയ്യും.
നമുക്ക് ഈ പറഞ്ഞതല്ലാതെ വല്ല ബോധ്യം ആ വിഷയത്തിലുണ്ടോ? ഇല്ല. നല്ല കാര്യമില്ലേ നമ്മൾ വിചാരിക്കുക അല്ലെ? അതല്ലെങ്കിൽ പ്രത്യേക തരം എന്താണ് ചില നാരങ്ങ കൊണ്ട് അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ എക്സ്പീരിയൻസിൽ ആയിരക്കണക്കിന് ആളുകളെ എന്താ പറയാ പിന്നെ എവറസ്റ്റ് കൊടുമുടിന്റെ മേലെന്ന് ചാടിയിട്ട് ഒരുത്തൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എവറസ്റ്റ് കൊടുമുടിന്റെ എവറസ്റ്റിന്റെ മേലെന്ന് ചാടി രക്ഷപ്പെടുന്നു കിട്ടുമോ? അതുകൊണ്ട് നമ്മള് മിനിമം കാഴ്ചപ്പാട്, മിനിമം വിദ്യാഭ്യാസം ഉള്ളവരെങ്കിലും ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ കാര്യത്തിൽ. ഒരുപാട് ഡിഗ്രി കോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാനെന്ന് സാന്ദർഭികമായിട്ട് ഈ ഹദീസ് വായിച്ചു പോയപ്പോ ഞാൻ പറയണം. ഇനി വക്കസറത്ത് സ്വാൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. ആവശ്യമില്ലാത്ത ചോദ്യം എന്താ? ഇപ്പൊ മലക്കുകള് അവർ ചിറക് എങ്ങനെയാണ്? ആ ചിറക് ഉരുണ്ടിട്ടാണോ വളഞ്ഞിട്ടാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിന് എത്ര കാലുണ്ടാവും? വെറുതെ നമുക്കൊരിക്കലും പ്രാപ്യമല്ലാത്ത വിഷയത്തിലെ അനാവശ്യ ചോദ്യങ്ങൾ. അതേ ഗൗരവത്തിൽ പറയാം, വൈളാഅത്തുൽ മാൽ, സമ്പത്ത് ദുർവ്യയം ചെയ്യൽ. നമ്മളെ വിഷയം എവിടെയാണ് കിടക്കുന്നത്? എന്താണ് ഇളാഅത്തുൽ മാൽ? വഇളാഅത്തുൽ മാൽ ഹുവ സർഫുഹു ഫീ ഗൈരി മാ യൻബഗി, ആവശ്യമില്ലാത്ത കാര്യത്തിനു വേണ്ടി അത് ചെലവാക്കുക. ഇത് മനസ്സിലാകാൻ നമുക്ക് ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം. ഫിറാശുൻ ലിറജുൽ, വീട്ടിൽ ഉള്ള വിരിപ്പിന്റെ എണ്ണം പറയാണ്. ഒന്ന് അയാൾക്ക് ഉറങ്ങാനുള്ളത്, ഫിറാശുൽ ഇംറഅതിഹി, ഭാര്യക്ക് ഉറങ്ങാനുള്ള, ഭാര്യക്ക് പുതക്കാനുള്ള പുതപ്പ്, അയാൾക്ക് പുതക്കാനുള്ള പുതപ്പ്, കുട്ടികൾക്ക് പുതക്കാനുള്ള പുതപ്പ്. വസാലിസുൽ ലൈഫ്, അതിഥിക്ക് മൂന്നാമത്തെ ഒന്ന്. വറാബിയുൽ ശൈത്താൻ, നാലാമത്തെ ശൈത്താനുള്ളതാണ്. അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം എന്താ? ഒരു വീട്ടിൽ 3 പുതപ്പും കഴിഞ്ഞ് 4ാമത് പുതപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന അല്ല. 3 പുതപ്പും കഴിഞ്ഞ് 4ാമത് പുതപ്പ് ഉണ്ടായിക്കൂടാന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് നാലാമത്തെ ഒരു പുതപ്പ് ഉണ്ടായിക്കൂടാ, അത് ശൈത്താന്റേതാണെന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 4ാമത്തെ ഒന്ന് ഹറാമാണ് എന്ന് ആണോ പറയേണ്ടത് എന്ന് ചോദിക്കാണ് അമീറു സൻആനിയോട്. അദ്ദേഹം പറയാ ഖീല ലാ യുഹറം, ഹറാമാവൂല. അതിന് ഹറാമെന്നല്ല ഇവിടെ നമ്മൾ പറയേണ്ടത്. ഇന്നമാ ഹുവ പിന്നെ അത് ആ ഒരു വഴിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയെ കുറിച്ചാണ് പറയുന്നത്. ഒരു വീട്ടിൽ ആവശ്യം കഴിച്ച് ഇങ്ങനെ പുതപ്പ് കാണുമ്പോഴൊക്കെ ഇങ്ങനെ നല്ല പുതപ്പാണല്ലോ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. വീട്ടിൽ ഉപയോഗിക്കാൻ സാധനം ഉണ്ടായിരിക്കെ പിന്നെയും വാങ്ങിക്കൂട്ടുക. എന്നിട്ടോ അതവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. എത്രയോ കൊല്ലവും കാലം ഇന്നേ അവർ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങണ്ട. ഏത് സാധനവും പുതപ്പും വന്ന് ബാക്കി നമ്മൾ പഠിക്കണം. പുതപ്പിന്റെ ഉദാഹരണത്തും വന്ന് ബാക്കി നമ്മൾ പഠിക്കണം. ദൂർത്ത് എന്ന് പറയുന്നത് ആപേക്ഷികാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാ ബനി ആദമ ഖുദൂ മിൻ സീനതികും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരുങ്ങി വരണം. കള്ളിത്തുണി എടുത്തിട്ടൊന്നല്ല പള്ളിയിലേക്ക് വരണ്ടേ കേട്ടോ. കള്ളിത്തുണി എടുത്തിട്ടല്ല പള്ളിയിലേക്ക് വരണ്ടേ, പള്ളിക്ക് ഒരുങ്ങി വരാനാ പറഞ്ഞത്. ഒരു വാചകം കൂടി ഞാൻ പറയണം. അത് ഞാൻ പറയാത്ത എന്താ അറിയോ, ഞാൻ ആ പറഞ്ഞ വാചകം പറഞ്ഞ ഒരുപാട് ആളുകളെ ബാധിക്കണതാണ് ആ വാചകം. ഒരുപാട് ആളെ ബാധിക്കണതാണ് ആ വാചകം. നമ്മൾ ഇടുന്ന വസ്ത്രം കാര്യമൊക്കെ പള്ളിക്കുള്ളത് ഒന്നുകൂടി ഒരുങ്ങിയിട്ട് തന്നെ വരണ്ടേ. സംശയം. കള്ളിത്തുണി എടുത്തല്ല പള്ളിക്ക് വരണ്ടേ. ഇനി ചില ആൾക്കാരുണ്ട് ഈ കള്ളിമുണ്ട് എടുത്തിട്ടുണ്ട് നിസ്കരിച്ചത്. അപ്പൊ ഒരു കല്യാണത്തിന് കള്ളിമുണ്ട് എടുത്ത് പോവോ? 2 ദിവസമായിട്ട് അൽക്കാത്ത കള്ളിത്തുണി എടുത്തിട്ടുണ്ട് ഒരു 1.5 നിസ്കാരം. ഷെയ്ഖ് അൽബാൻ റഹ്മത്തുള്ളാഹിന്റെ ശിഷ്യനുണ്ട്. നിസ്കാരത്തിൽ വന്ന അബദ്ധങ്ങൾ, അഖ്താഉൽ മുസല്ലി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ഒരു 15 ജുസ് ഖുർആന്റെ കട്ടിയുണ്ട്. അത്രയും തെറ്റാ. അതിൽ തെറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹം പറഞ്ഞാണെന്ത്, ഈ കള്ളിമുണ്ടെടുത്ത് അള്ളാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കണേ. അവൻ നമ്മളെ കാണുന്നുണ്ട്, അവൻ നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മൾ അവനെ കാണുന്നില്ലെങ്കിൽ എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് വരണ്ടേ. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ എന്താണ് പറയണത്, പള്ളിക്ക് ഒരുങ്ങി പോകണം. വഷ്റബു, നിങ്ങൾ തിന്നും കുടിക്കൊക്കെ വേണം. വല തുസ്രിഫു, അമിതത്വം കാണിക്കരുത്. തിന്നുന്നോടത്തും കുടിക്കുന്നിടത്തും അമിതത്വം കാണിക്കരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു അവരിഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയാണ് ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലദീ അഖ്റജ ലിഇബാദിഹി, ഒരടിമക്ക് അള്ളാഹു കൊടുത്ത സൗകര്യങ്ങളെ അവന് ആരാണ് വിലക്കുന്നത്? അവർക്ക് ഉപയോഗിക്കാം, നല്ല ചെരുപ്പ് ധരിക്കാം, ചില വേഷം ധരിക്കാം, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചാണ്. അപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പൊ ഭക്ഷണം, ഇപ്പൊ കല്യാണത്തിന്റെ ഫുഡ്, കല്യാണത്തിന്റെ മൊത്തം ചെലവ് നാട്ടുകാര് എടുത്തുനിന്ന് പൈസ പിരിച്ചിട്ട് അവിടെ 2 തരം ഫുഡ്. അവിടെ അത്യാവശ്യം വരുന്ന ആളുകൾക്ക് കുറച്ച് വെറുംചോറും ഒരു പച്ചക്കറിയും സാധനം വെക്കുന്നതിനെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞു. ഒരു ടേബിളിൽ അവിടെ തന്നെ മന്തി, അവിടെ തന്നെ കബ്സ, അവിടെ തന്നെ മറ്റേ പരിപാടി. ഇതൊക്കെ ഒരു തരം കാട്ടിക്കൂട്ടലായി സമുദായം ആക്കിയെടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇംഗത്തിനനുസരിച്ചായിരിക്കും
ഇത്തരമൊരു വിഷയം തീരുമാനിക്കപ്പെടുക. വളരെ സമ്പന്നനായ ഒരു മനുഷ്യനാണ്, അയാളുടെ അടുത്ത് പൈസ ഉണ്ട്, അയാള് എന്താ പറയാ പാവങ്ങളെയും അല്ലാത്തവരെയൊന്നും വേർതിരിക്കാതെ, സമ്പന്നരെയൊന്നും വേർതിരിക്കാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചൊരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മളതിനെ ഒരു വലിയൊരു കുറ്റമായി ഒരു പക്ഷെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, അല്ലെ? ഒരു വിവാഹം തീരുമാനിച്ചാൽ എത്രയാണ് വരന്റെ ചെലവ്? വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഓന്റെ വകയാണ് ഡ്രസ്സ്, എല്ലാവരും മഞ്ഞ ഒരു ദിവസം, ഒരാൾ ദിവസം പച്ച. ഈ ജാതി ആഭാസത്തരത്തിന് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കരുത്. അപ്പൊ ആളുകൾ ചോദിക്കും, മഞ്ഞ കുപ്പായിടുന്നത് തെറ്റാണോ, പച്ചക്കുപ്പായിടുന്നത് തെറ്റാണോ? മഞ്ഞക്കുപ്പായിടണം പച്ചക്കുപ്പായിടണം അല്ല തെറ്റ്, ഈ പൈസ കൊണ്ടുള്ള കാട്ടിക്കൂട്ടലാണ് തെറ്റ്. അപ്പുറത്ത് നമ്മൾ അയലോകത്ത് ഒരാളുണ്ടാകും, അയാളുടെ ഡയാലിസിസിന്റെ പൈസ ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ചിലപ്പോ ചോർന്നൊലിക്കുന്ന വീടുണ്ടാകും, അതൊക്കെ നമ്മളെ ഫർളിൽപ്പെട്ടതാണ്. നമ്മുടെ അയൽവാസി നമ്മുടെ ഫർളിൽപ്പെട്ട അവസ്ഥയ്ക്ക് എത്തുന്ന കേസാണ് ഇതൊക്കെ. അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് എന്നിട്ട് ഭയങ്കര വസ്ത്രങ്ങൾ, അല്ലെ? ഒരു കല്യാണത്തിന്റെ ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് വരന്റെയും വധുവിന്റെ ഒക്കെ വസ്ത്രത്തിന്റെ ചെലവെത്ര? നാടോടുമ്പോ നടുക ഓടണ്ടേന്നാണ്. നാടോടുമ്പോ വിശ്വാസി കിതാബ് പറഞ്ഞമാരിയാണ് ഓടുക. പിന്നെ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മളെ കല്യാണം നടക്കുന്നിടത്ത് റഹ്മത്തിന്റെ മലക്ക് വരണം. ഈ ജാതി കാട്ടിക്കൂട്ടലും തോന്നിയാസവും നടക്കുന്നിടത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് അണയില്ല. നിങ്ങൾ ഭയങ്കര 10,000 കോടികൾ മുടക്കി കല്യാണം നടത്തിയിട്ട് 4 ദിവസം കഴിയുമ്പോൾ മോള് പറയിപ്പ ഞാൻ മൂപ്പൂരെ കൂടെ പോണില്ല. മനസ്സുകളെ കൂട്ടിയിണക്കേണ്ടത് പടച്ചോനാണ്. ഫോട്ടോഗ്രാഫിക്ക് എത്ര ചെലവ്? ഫോട്ടോഷൂട്ടിന്. എന്നിട്ട് ആ ഫോട്ടോഷൂട്ടിൽ എങ്ങനെയൊക്കെ നിന്നൊടുക്കണത്, എങ്ങനെയൊക്കെ ഇരുന്നൊടുക്കണത്, അല്ലേ? ഇതിന്റെ കാസിൽ എന്താ? ഈ പൈസയൊക്കെ ഏത് അക്കൗണ്ടിലാണ് കൂട്ടുക? എന്നിട്ട് ഖത്തീബുമാരെ ഖുതുബ കുളിച്ചു, ഖുതുബൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഈ ജാതി ഒരുപാട് സംഗതിന് കാട്ടിയിട്ട് ഖത്തീബിന്റെ ഒരു ക്ലിപ്പിന്റെ കഷ്ണമില്ല, എന്നിട്ട് ഖത്തീബിന് ആൾക്കാർ അയച്ചു കൊടുക്കും, നിങ്ങൾ എന്താ ഇങ്ങനത്തെ പരിപാടിക്ക് പോണേ? മനസ്സിലായില്ലേ? നമ്മളെന്ന് ആരും വിളിക്കരുത് കേട്ടോ, ഈ ജാതി പരിപാടിക്ക് ഖുതുബക്ക് നമ്മളെന്ന് ആരും വിളിക്കരുത്. അപ്പൊ ഞാൻ പറയണത് ഇതൊക്കെ ഒരു ലിബറൽ അജണ്ടയുടെ ഇരകളാണെന്നാണ്. ഇവിടുത്തെ ലിബറൽ അജണ്ടയുടെ ഇരകളാകുന്നതാണ്. ലിബറലിസം നമ്മളുടെ ഉള്ളിലേക്ക് എങ്ങനെ കയറി വന്നു എന്നുള്ളതിന്റെ നല്ല എക്സാമ്പിൾ ആണ് ഇതൊക്കെ. എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഒരു അതൂർത്തടിക്കണ ക്യാഷ് കൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടില് ആ മേൽക്കൂരൊന്ന് ശരിയാക്കി കൊടുത്താലേ കുടചൂടി, കുട്ടിയുടെ തൊട്ടിയുടെ അരികിൽ കുടചൂടി നിൽക്കുന്ന വിധവക്കഥ ആശ്വാസാണ്, അല്ലെ? എത്രയോ മനുഷ്യന്മാരുടെ ആശുപത്രി ബില്ലാണ്. ഇവിടുന്ന് അധികമൊന്നും പോണ്ട, മണ്ണാർക്കാട് നമ്മുടെ സുഹൃത്തുക്കള് അവിടെ നമ്മുടെ ഒരു സാമൂഹ്യക്ഷേമ പ്രൊജക്റ്റായിട്ട് ചെന്നപ്പോ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഇതല്ല വേണ്ട, എനിക്ക് ടോയ്ലറ്റാ വേണ്ടത്. അപ്പൊ ടോയ്ലറ്റിലായിട്ട് വയസ്സായ സ്ത്രീ ചെയ്യണം എന്താ അറിയോ? അവരെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്ത് കുഴി എടുത്തിട്ട് അതില് ആവശ്യം സാധിച്ചത് മൂടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറയണത് അവിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ? മണ്ണാർക്കാടുള്ള എന്റെ സുഹൃത്ത് മുജീബ്, അദ്ദേഹം ഒരു യോഗത്ത് പറഞ്ഞ കാര്യം അത്. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്. അവരൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ ജാതി മഞ്ഞ കല്യാണം പച്ച കല്യാണം ഒക്കെ നടത്തിയാലേ ബെഡ്റൂമിൽ കിട്ടേണ്ട ഒരു സുഖവും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഭൂമിയിൽ ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും നല്ല വിഭവം എന്താ അറിയോ? ഇവിടെ ഏറ്റവും വലിയ ഫാൻസി കാറൊന്നല്ല, ഒരു പെണ്ണാണ്. ഒരു പെണ്ണില്ലേ, യഥാർത്ഥത്തിൽ റബ്ബിന്റെ വഴിയിലുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ കഴിഞ്ഞു, ഒരു പുരുഷനൊക്കെ ആയി, ഇനി ഒന്നും കിട്ടാല്ല. അവളുടെ അരികിലും അവളുടെ വിരലിലും അവളുടെ ചുണ്ടിലും അവളുടെ ചേർച്ചയിലും അവളുടെ നോട്ടത്തിലും ഇരുത്തത്തിലൊക്കെ ഒരു പുരുഷന് കിട്ടുന്ന കുളിരുണ്ട്. ഇത് അള്ള പറഞ്ഞാണ്, റബ്ബ് പറഞ്ഞതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനാണ്. നിർവചനങ്ങളുടെ ഒക്കെ എല്ലാ നിർവചനങ്ങളുടെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. അപ്പോ കടം വാങ്ങിയിട്ട് കട ഒരു ചെറിയ കടമൊക്കെ ചിലപ്പോൾ വാങ്ങേണ്ടി വരും, അതിനൊന്നും ഞാൻ നിഷേധിക്കണില്ല. പക്ഷെ നമുക്ക് വീട്ടാൻ വയ്യാത്തത്ര കടം വാങ്ങിയിട്ട് കല്യാണം വേണ്ട. ഞാൻ എന്റെ കഴിഞ്ഞൊരു ഖുതുബയിൽ പറഞ്ഞിരുന്നു. പറഞ്ഞു എന്താ അറിയോ? കല്യാണം പറയൽ 3 മാരിയാക്കിയാൽ മതി. ഒന്ന്, ഞാന് 110 ആളെയാണ് വിളിക്കുന്നത്, അതിലൊന്ന് നിങ്ങളാണ്, നിങ്ങൾ വരണം. വേറൊന്ന്, ഞാൻ വളരെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിക്കണുള്ളൂ, ഞാൻ നിങ്ങളെ കല്യാണം അറിയിക്കണ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയത്. ഒന്നുമില്ല, നിങ്ങളോട് അറിയിക്കാതെ ഇത് നടത്താൻ എനിക്ക് പറ്റണില്ല, കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അങ്ങനത്തെ കല്യാണം പറച്ചിലൂടെ വരണം.
പുതിയൊരു സംസ്കാരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ നിക്കാഹ് എപ്പോഴാ? 2 മണി 2:30 മണിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കാഹ് എടുത്തു. ഇപ്പത്തെ നിക്കാഹ് എങ്ങനെ? എല്ലാവരും വന്നിരുന്ന് നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ചെമ്പട പൊട്ടിക്കുക. അതിന്റെ അർത്ഥം എന്താ? നിക്കാഹ് കഴിഞ്ഞതിന് മുമ്പ് ചെമ്പ് പൊട്ടിക്കാൻ പറ്റില്ല എന്നൊന്നല്ല. എന്തോ കാരണം കൊണ്ട് വൈകിയാൽ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അതിൽ വാശി പിടിച്ച് നിൽക്കുകയും ചെയ്യരുത്. ഒക്കെ മാറിയില്ലേ? ഇതിവിടെ ശക്തമായ ഉത്ബോധനങ്ങളുടെ ഗുണം തന്നെയാണ്. പക്ഷേ വേറൊരു ഭാഗത്തു കൂടെ മുട്ടായി കൊണ്ടുവരല്. എത്ര ആയിരത്തിന്റെ മുട്ടായി കൊണ്ടുവരുന്നത്? എന്നിട്ട് അതിനൊക്കെ സാക്ഷിയായി നിന്നൊടുക്കുക. എന്തിനാണ് ഈ മഹല്ല് കമ്മിറ്റികൾ? ചില മഹല്ലുകളുടെയൊക്കെ ചുമരുമ്മേ വലിയ ബോർഡ് എഴുതിച്ചിട്ടുണ്ട്, ഭയങ്കര നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഈ നിയമമൊക്കെ ഇപ്പൊ എവിടെ? കല്യാണ ധൂർത്തിനെതിരെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന സംവിധാനങ്ങളുടെ ആളുകളൊക്കെ ഇപ്പൊ എവിടെ? സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന് തന്നെ വിളിക്കരുതേ എന്ന് ചുമരിൽ എഴുതി വെച്ച് സംസ്കാരം തെളിയിച്ചവരാണ് നമ്മള് സലഫികളും ഈ രംഗത്ത് പിന്നോട്ട് പോകണുണ്ടോ എന്ന് ശരിക്കും ആലോചിക്കണം. സ്ത്രീധനമുള്ള കല്യാണത്തിന് എന്നെ വിളിക്കരുതേ എന്ന് സ്റ്റിക്കർ എഴുതി ഓഫീസ് റൂമിൽ ഒട്ടിച്ചു വെച്ച ചരിത്രമാണ് നമ്മളത്. മനസ്സിലായില്ലേ? അപ്പോ അത്തരം കാര്യങ്ങൾ. മറ്റൊന്ന്, എന്തു ആഘോഷാണ് ഇപ്പോ? എല്ലാതും ആഘോഷമല്ലാത്ത ഒന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. കുട്ടി വീട്ടിലെത്താന് കുറച്ച് ലേറ്റ് ആവും. കുട്ടി വീട്ടിലെത്താന് എത്തുമ്പോ വീട്ടുകാർ ഉണ്ടാവില്ല. അപ്പൊ എവിടെയാണ്? ഓരെല്ലാരും കൂടി ഷൊർണൂർക്ക് വേറെ മോളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ. എവിടുന്ന് പഠിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ പിന്നെ ആരും ബർത്ത്ഡേ അല്ല. എന്തിനാ നിങ്ങൾ ഇത്ര ടൈറ്റ് ആക്കണേ ഇസ്ലാമിനെ? അല്ലേ? എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ ഇത്ര ടൈറ്റ് ആക്കണത്? ആഘോഷിച്ചോട്ടെ ആൾക്കാർ ചിന്തിക്കുന്ന ആംഗിളാണ് ഞാൻ പറയുന്നത്. എന്താണോ ഉണ്ട് എന്ന് പറഞ്ഞത് അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റൂ. എന്താണോ? അപ്പം ഞാനിതൊന്നും ചെയ്തിട്ടില്ലേ, ഞാനിതിലൊന്നിലും പെടൂല. ഫോമോ എന്നാണ് അതിന് പറയാം. അവിടെ അത്യാവശ്യം സെർച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ട്. വിശദീകരിക്കാൻ എനിക്ക് സമയമല്ല. ഫോമോ, വാട്ട് ഈസ് ഫോമോ? നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ അതൊരു മാനസിക രോഗമാണ്. വെറുതെ ഇങ്ങനെ കണ്ടത് പോയി ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഫീൽഡ് ഔട്ട് ആകുമോ എന്നുള്ള ഒരു തരം ഭയം, അല്ലെ? ഒരു തരം ഭയം. എന്തുണ്ടെങ്കിലും നേരെ പെട്ടെന്ന് എന്ത് ആഘോഷിക്കണമെങ്കിലും പെട്ടെന്നൊരു ഒരു കേക്ക് മുറിക്കലാണ്. ഞാൻ അങ്ങനെ കേക്ക് വാങ്ങി ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ബേക്കറി എടുത്തിട്ട് എന്റെ സുഹൃത്തിനോട് വെച്ചു, ഏകദേശം എത്ര റുപ്യ വരും? ഒരു 300 മുതൽ ഒരു 900 റുപ്യ വരെ വരുന്ന പറഞ്ഞു. ഈ ചങ്ങായിക്ക് ആകെ 700 റുപ്യാണ് ദിവസക്കൂലി. എന്നിട്ടാണ് ഓൻ എന്ത് ചെയ്യണത്? ഇതൊക്കെ കൂടെ വെച്ച് ഇത്തരം ആഘോഷത്തേക്ക് പോകണം. അപ്പൊ നമ്മുടെ സാമ്പത്തികത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളിടത്ത് നമുക്ക് ധാരണ വേണം. വേറൊന്ന്, ടൂറിന്റെ അസുഖമാണ്. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊല്ലത്തിൽ പോണ ടൂറിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ചില ആൾക്കാരെ അറിയാം, ഓരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ടൂർ അങ്ങനെ പോകണ്. ഒന്ന് കഴിഞ്ഞ് അടുത്ത ടൂർ കഴിഞ്ഞ് അടുത്ത ടൂർ. എന്നാലോ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ വ്യക്തിപരമായി ഇവൻ പലതിലും സ്റ്റേബിൾ ആയിട്ടേ ഉണ്ടാവില്ല. നല്ലൊരു വീട് വെച്ചിട്ടുണ്ടാവില്ല. അവന്റെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ അവന് പ്ലാൻ ഉണ്ടാവില്ല. ഇങ്ങനെ ടൂറോട് ടൂർ, ഒന്ന് കഴിഞ്ഞ് അടുത്തിമക്ക് പോയി. ഇതൊക്കെ ഉണ്ടെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അനിവാര്യമായും സഹായിക്കേണ്ട അയാളുടെ പെങ്ങൾ ഉണ്ടാകും, അയാളെ അനിയൻ ഉണ്ടാകും, അയാളുടെ സുഹൃത്ത് ഉണ്ടാകും. അതൊന്നും കാണൂല. മൂപ്പര് ടൂറോട് ടൂർ. ഇതൊക്കെ ഒരു തരം അസുഖമാണ്. നമ്മളെ പലരും മിസ്ഗൈഡ് ചെയ്യാണ്. സോഷ്യൽ മീഡിയയാണ് നമ്മളെ വളരെ കൃത്യമായ സോഷ്യൽ മീഡിയ മിസ്ഗൈഡ് ചെയ്യണതിന്റെ നല്ല ഉദാഹരണം അത്. നമ്മളെ കുടുംബത്തിൽ കൊണ്ട് നല്ല എക്സ്പെൻസീവ് ആയ ഒരു യാത്രയൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരും. ഫ്ലൈറ്റിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അതിലൊക്കെ ചില സംഗതി ഉണ്ട്. അത് കയ്യിലുള്ളവൻ അതൊക്കെ ചെയ്യണം. കയ്യിലില്ലാത്തവൻ അത് കണ്ട് അതിന് നിൽക്കേണ്ട കാര്യമല്ല. നമ്മളെ കുടുംബത്തെ ആ ഒരു മനോനിലയിൽ നമ്മൾ കൊണ്ടുപോയാൽ മതി. ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഉയർത്തിയാൽ മതി. പിന്നെ ഒരു തരം ഡിവൈസുകൾ iPhone 14 ഇറങ്ങി 15 ഇറങ്ങിയ പിന്നെ ഓന് വയറ്റുകടി തുടങ്ങി. എന്നിട്ട് തന്നെ കൊണ്ടേ കൊടുത്തിട്ട് നേരെ iPhone 15. പിന്നെ ഒക്കെ ആപ്പിളിന്റെ തന്നെ കംപ്ലീറ്റ് വേണം, അല്ലെ? എന്തുണ്ടെങ്കിൽ ആപ്പിളിന്റെ തന്നെ വേണം. ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 5 പൈസക്ക് വാങ്ങിയ ഐഫോണാ. മനസ്സിലായി? ഞാൻ സ്വന്തം പൈസക്ക് വാങ്ങിയ ഐഫോണാ. എനിക്ക് ഞാൻ വാങ്ങിയ പൈസ കൃത്യമായി എന്റെ അധ്വാനത്തിൽ നിന്ന് വീട്ടുന്ന പൈസയാണ്. അതിൽ എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് വാങ്ങാം, ഒരു പ്രശ്നമല്ല. അയാൾ 14 കഴിഞ്ഞ് 15 വാങ്ങിക്കോട്ടെ, എന്താ പ്രശ്നം? അതിനു വേണ്ടി തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് കണ്ടിട്ട് ബാക്കിയുള്ളവനെ, അത് കണ്ടിട്ട് ഒരു ഉമ്മ ഇവിടെ നമ്മളടുത്ത പ്രദേശത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ വന്ന് കണ്ടപ്പോ അമ്മാന്റെ പ്രശ്നം എന്താ അറിയോ? അമ്മാന്റെ മൂക്കുന്ന് ചോര എങ്ങനെ വരിക?
കാരണമല്ലാതെ ചോര വരിക. അപ്പൊ വിശദമായി ഡോക്ടർ ചോദിച്ചപ്പോ അവസാനത്തെ പ്രശ്നം തരും, മോൻ ഐഫോണിന് വേണ്ടി കരയുന്നുണ്ട്. അതാണ് ഇത്. നമ്മള് രക്ഷിതാക്കളും അധ്യാപകരും സമൂഹമൊക്കെ ഉണർന്ന് ചിന്തിക്കേണ്ട വലിയ ഒരു പ്രതിസന്ധിയാണ്, വലിയ പ്രതിസന്ധിയാണ്. ധാരാളം കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇന്ന് നമ്മളിവിടെ ചുരുക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുക എന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അറിവിൽ ഉപരിയാണ് ശരിക്കും തിരിച്ചറിവ് എന്ന് പറയുന്നത്. അറിവ് അല്പം ഉണ്ടാവും, ഭയങ്കര ഗവേഷകനായിരിക്കും, സയന്റിസ്റ്റ് ആയിരിക്കും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉണ്ടാക്കി വെച്ച ഈ പറയുന്ന ചന്ദ്രയാൻ അങ്ങ് ആകാശത്തേക്ക് വിടണമെങ്കിൽ ഏതോ ഒരു പൂജാരി വന്ന് മുട്ടറുക്കണം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ തിരിച്ചറിവാണ്. തിരിച്ചറിവിന് വേണ്ടിയാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ തിരിച്ചറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ആശ്വാസവും സമാധാനവും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ഒരു ബസീറത്തിനു വേണ്ടി നിരന്തരം ജീവിതത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊക്കെ തന്നെയുള്ള എനിക്കുള്ള കുറെ പ്രശ്നങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും, ഓരോരുത്തർക്കും ഉണ്ടാകും. അത് നമുക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞിരുന്നു, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, മാനേജ്മെന്റ് രംഗത്തൊക്കെ പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾസിന് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കുള്ള ഒരു പ്രോഗ്രാം കണ്ണൂരിൽ വെച്ച് നടക്കേണ്ട 4ാമത്തെ പ്രോഗ്രാമാണ്. ആ പരിപാടിയിൽ ഫിസിക്കലായി പങ്കെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. കണ്ണൂരല്ലേ എന്ന് ചിന്തിക്കേണ്ട, ഒരു ദിവസം പൂർണ്ണമായിട്ട് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സെഷൻ, LP-കാർക്ക് പ്രത്യേക സെഷൻ, UP-യിലെ കുട്ടികൾക്ക് പ്രത്യേക സെഷൻ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബോയ്സ് ആൻഡ് ഗേൾസ് വേറെ സെഷൻ. അവർക്ക് അവരുടെ മൊഡ്യൂൾ കൊടുത്ത് മക്കളൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പഠിക്കും, വാപ്പിയും ഉമ്മയും ഒരു സ്ഥലത്തിരുന്നിട്ടും കേൾക്കും. പ്രത്യേകിച്ച് വ്യക്തിപരമായി സംസാരിക്കണമെങ്കിൽ കൗൺസിലിംഗ് സെഷൻ. അങ്ങനെയുള്ള ഒരു വലിയ പരിപാടി 4ാമത്തെ പ്രോഗ്രാമാണ്. പ്രൊഫൈസ് എന്നാണ് അതിന്റെ പേര്. പുറത്തതിന്റെ ബാനറൊക്കെ നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും. ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ശ്രമം ഉണ്ടാവണം. പോകാനുള്ള സൗകര്യം നമുക്ക് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് വാഹനവും കാര്യങ്ങളൊക്കെ പുറപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം. അറിയുന്ന ആളുകൾക്ക് ഈ ഒരു സന്ദേശം എത്തിക്കണം എന്നീ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞാൻ ഇന്നൊരു 2-3 മിനിറ്റ് ഏറെടുത്തു. അഫ്വൻ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.